പാരൻസിനും അതിലേറെ ടീച്ചേഴ്സിനും പണിയെടുക്കുന്ന പാഠ്യ രീതിയാണല്ലോ ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ ടീച്ചറായാൽ പിന്നെ ഒരു അയ്യോ വിചാരിക്കണ്ടെന്ന് തന്നെ. പഠിപ്പിച്ചാൽ മാത്രം പോരാ, കളിപ്പിക്കുക വേണം. കളിയിലൂടെ പഠനം നല്ലതല്ലേ? എന്തെന്നായാലും ഈ ഒഴിവില്ലേലും ഞാൻ എൻ്റെ പ്രൊഫഷന് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്, എൻജോയ് ചെയ്യണമുണ്ട്. എൻ്റെ അമ്മ അറിയേ ഈ എന്നോട് സ്കൂൾ പഠിപ്പിക്കണം, അനക്ക് മാത്രമുള്ളൂ ഒഴിവില്ലാത്തതെന്ന്. എൻ്റെ ഒഴിവറിവ് എന്തൊക്കെയാണെന്ന് എൻ്റെ അമ്മ ഒന്ന് കണ്ടോട്ടെ എന്ന്. ഞങ്ങൾക്കൊരു ചെയർമാനുണ്ട്. ആ ചെയർമാനാണെങ്കിലോ എത്ര ഡെക്കറേറ്റ് ചെയ്താലും തികയില്ല. അതങ്ങനെ ഒരു മനുഷ്യന്. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ മക്കൾ ഹാപ്പിയാണ് കേട്ടോ. ഒപ്പം ഞാനും. എന്ത് പരിപാടി ഉണ്ടായാലും സ്കൂളിലെ ഫ്രണ്ട് ക്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ് ബോർഡ് അതും ഡെക്കറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ വലിയ ഫ്രൂട്ട്സ് ഉണ്ടാക്കി അവർക്ക് ഫാൻസി ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ റാമ്പ് വാക്കൊക്കെ നടത്തിച്ച് ഓരോന്ന് അങ്ങോട്ട് സന്തോഷിപ്പിച്ചു. അത്ര തന്നെ. പിന്നെ കുട്ടികൾ ഫ്രൂട്ട്സ് കൊടുത്തിരുന്നു, അത് കട്ട് ചെയ്തു. അങ്ങനെ 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 പൊതുവേ ഫ്രൂട്ട്സ് കൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കലാണ് പതിവ്. എല്ലാ സ്കൂളുകളിലും അതാണ് എന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുതിർന്നിട്ടില്ല ഞങ്ങൾ. ഒരു അര ദിവസം എങ്ങനെയായാലും ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി കിട്ടും. പുസ്തകത്തിൽ നിന്ന് മാത്രമല്ലല്ലോ അല്ലേ പഠനം, അനുഭവത്തിലൂടെ കാര്യത്തിലൂടെയൊക്കെ